ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് 4000 കോടി രൂപയുടെ പുതിയ വികസന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നമ്മളതിനകത്ത് 4000 കോടി രൂപ കേരളത്തിന് നൽകിയ പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പരസ്യമായി നന്ദി പറയുന്നു. ഇന്നലെ അദ്ദേഹം കൊച്ചിയിൽ വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് രാജീവിനെ ഏൽപ്പിച്ചിരുന്നു സ്വീകരിക്കാൻ. വേറെ ചില അസൗകര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി വന്നപ്പോൾ ഓടി വന്ന പ്രധാനമന്ത്രിയെ വളരെ സ്നേഹത്തോടും ഊഷ്മളതയോടും കൂടി സ്വീകരിക്കുന്നു. അതങ്ങനെ ഉണ്ടാവണം. ഒരു മുഖ്യമന്ത്രി ആ സംസ്ഥാനത്ത് വരുമ്പോൾ പ്രധാനമന്ത്രി സ്വീകരിക്കണം. പക്ഷേ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുമ്പോൾ ഗവർണർ, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഇവർ 3 പേരെയും നമ്മൾ ഒരു വേദിയിൽ കാണുമ്പോൾ സാധാരണക്കാരെന്നുള്ള രീതിയിൽ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ കേരളത്തിലുടനീളം കുറേ കാലം കൊണ്ട് നടക്കുകയാണ്. ഗവർണർ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന ഒരു പ്രകൃതം, അല്ലെങ്കിൽ ഇത്രയും പ്രായവും രാഷ്ട്രീയ പാരമ്പര്യവും ഒക്കെ സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഗവർണറുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പെരുമാറ്റം, അതൊരു അസഹനീയമായ പെരുമാറ്റമല്ലേ? തീർച്ചയായും സാറേ, ഞാൻ പലതവണ നമ്മുടെ വേദിയിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇദ്ദേഹത്തെ എന്നോ നിർബന്ധ പെൻഷൻ കൊടുത്ത് പിരിച്ചുവിടേണ്ട നിലയിലെത്തിയിട്ടുണ്ട്. കേരളത്തോട്, കേരളത്തിലെ ഭരണ സംവിധാനത്തോട്, ജനങ്ങളോട് ഒന്നും, പത്രക്കാരോട് ഒന്നും ഇദ്ദേഹം പെരുമാറുന്നത് ഒരു പക്വമായ നിലയിലല്ല. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കാണിച്ചത് നല്ല ജനാധിപത്യത്തിൽ ഏറ്റവും ഉയർന്ന മാതൃകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നു, തിരക്കുകളൊക്കെ എത്ര തിരക്കുണ്ടായാലും തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും തിരക്കുണ്ടാവും. ആ തിരക്കുകൾക്കൊക്കെ ഇടയിലും സഹമന്ത്രിമാർ ചെന്ന് സ്വീകരിച്ചാലും മതിയാവും. പക്ഷേ അദ്ദേഹം തന്നെ ചെന്നു സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത് 2 കാര്യമാണ്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ജനാധിപത്യത്തിൻ്റെ ഒരു അടിസ്ഥാന നിർവചനം എപ്പോഴും ഇന്നത്തെ ഈ കാഴ്ച ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് നമുക്കിഷ്ടമില്ലാത്തവർക്ക് കൂടി നാട് ഭരിക്കാനുള്ള അവകാശമാണ് ജനാധിപത്യം. നമ്മുടെ എതിർകക്ഷി, നമ്മൾ കടുത്ത രാഷ്ട്രീയ വിരോധമുള്ള കക്ഷി അധികാരത്തിലെത്തിയാൽ അവർ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി കൊടുക്കേണ്ട ഡ്യൂ റെസ്പെക്റ്റ്, അർഹിക്കുന്ന ആദരവ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൊടുത്തു. അതേ സമയത്ത് ആ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ നിയമനം കൊണ്ട് മാത്രം ഇവിടെ ഗവർണറായി വന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പഴയകാല പാരമ്പര്യം കൊണ്ടൊന്നും ജനങ്ങൾ വിലയിരുത്തൂല. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒന്ന്, കേരള സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് മേൽ അടയിരുന്ന് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞിട്ടാണ് അദ്ദേഹം ചിലതൊക്കെ പ്രസിഡന്റിന് അയക്കുന്നു, ചിലതൊക്കെ ഒപ്പിട്ടയക്കുന്നു. ഇദ്ദേഹം ഓരോ ദിവസവും വഴക്കുണ്ടാക്കുന്നു, പിറ്റേന്ന് ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നു. ഇദ്ദേഹം എങ്ങനെ പെരുമാറുമെന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഭരണകൂടത്തിനുമില്ല, ജനങ്ങൾക്കുമില്ല. അങ്ങനെ ഒരു വല്ലാത്ത ക്യാരക്ടറായിട്ട് ഇദ്ദേഹം മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം കാണിച്ചു കണ്ടില്ലേ, ഈ ആളുകളുടെ ഏറ്റവും ചുരുങ്ങിയത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുള്ളൊരു വേദിയിൽ ജനങ്ങൾക്ക് മുമ്പിലാണ് ഞാൻ പ്രത്യക്ഷപ്പെടുന്നത്. ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും പരമാധികാരിയായ ഒരു ഭരണഘടനാ പദവിയാണ് ഗവർണർ എന്നെങ്കിലും അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. അതിനൊന്നുമുള്ള പക്വതയോ അതിനൊന്നുമുള്ള സാമാന്യമായ ജനാധിപത്യ ബോധമോ ഇല്ലാത്തൊരു മനുഷ്യനെ ഇദ്ദേഹത്തെ കൊണ്ട് മാത്രം കേരളത്തിൽ ആരംഭിച്ചൊരു വ്യാപകമായ ജനകീയ ചർച്ചയുണ്ട്. സാറ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഗവർണർ പദവി വേണ്ട എന്ന് വലിയ പ്രക്ഷോഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ജനങ്ങൾ. അത് മുഴുവൻ തുടങ്ങിയത് ഇയാളെ കൊണ്ടാണ്, ഇദ്ദേഹത്തെ കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഒരു ഗവർണർ എന്ന് പറഞ്ഞൊരു പദവി കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ ഇദ്ദേഹത്തെ പോലുള്ളവർ വന്നിട്ട് ആ പദവിയെ തന്നെ വേണ്ടെന്ന് വെക്കുന്ന മട്ടിൽ ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. അഹമ്മദ് മാഷ് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു, ഇന്ന് പിണറായി വിജയൻ കാണിച്ച മാന്യത. പിണറായി വിജയൻ ഇന്നല്ല, ഞങ്ങൾ ഏകദേശം 7 കൊല്ലം കൊണ്ട് മുഖ്യമന്ത്രിയായിട്ടിരിക്കുക. ഞാൻ മനസ്സിലാക്കിയ സമയത്തും അല്ലെങ്കിൽ ഞാൻ കണ്ട സമയത്തെല്ലാം പ്രധാനമന്ത്രി വരുമ്പോൾ മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയെ കാണാൻ ഇവിടുന്ന് ചെല്ലുമ്പോൾ പ്രധാനമന്ത്രി അതിനെക്കാട്ടി മാന്യമായിട്ടാണ് പെരുമാറിയത്. ഈ സാധാരണക്കാരുടെ ഇടയിൽ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ, അപ്പോൾ മറ്റേതെന്ന് പറഞ്ഞാൽ BJP-യുടെ നേതാവ്. അപ്പോൾ ഇവരുടെ ഒരു സാധാരണ ജനങ്ങൾക്കിടയിലുള്ള ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയൊരു ഈ പിണറായി ശത്രു, അദ്ദേഹം BJP-കാരനായതുകൊണ്ട് അതിനെക്കാട്ടി വലിയ ശത്രു, ഇദ്ദേഹം അങ്ങോട്ട് ചെന്നാൽ അദ്ദേഹം ചിരിക്കുമോ അല്ലെങ്കിൽ സ്വീകരിക്കുമോ, ഇതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് കൂടി വന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് വന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി BJP-യുടെ ഭാഗമായിട്ട് വന്നു. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും എപ്പോഴും ഉണ്ടാകുന്ന ഒരു മാന്യമായ പേര്, അത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കാരണം 2 പേരും തമ്മിൽ മത്സരിക്കുമ്പോൾ, ഇപ്പം മത്സരം എന്ന് പറയുമ്പോൾ കുസ്തിയാൻ മറ്റേ അത് 2 മത്സരാർത്ഥികളാണ്, അവർ തമ്മിൽ ശത്രുക്കളല്ലല്ലോ. ആ രീതിയിൽ പോകുന്ന ഒരു അവസ്ഥ. മറ്റേയാള് ഈ BJP-യുടെ ഈ പറഞ്ഞ പോലെ നോമിനിയായിട്ട് അല്ലെ ഗവർണറായിട്ട് വരുന്ന ഒരാളാണ്. അയാൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം,
അത് പറയട്ടെ, അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണവും കൊണ്ടുണ്ടാകുന്നതാണ്. അതിനപ്പുറം വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്രയും പ്രായം കൊണ്ട്, അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിലെ രാഷ്ട്രീയത്തിൽ വന്നു, വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച ആൾ, വളരെ മന്ത്രിയായിട്ടിരുന്നിട്ടുള്ള ആൾ, ഈയൊക്കെ ഉന്നത പദവികൾ വഹിക്കുന്ന ഒരാൾ ഇപ്പോഴും ഈ മുഖം വീർപ്പിച്ച് അല്ലെങ്കിൽ അപക്വമായ, തീർച്ചയായിട്ടും ഒരു ഫ്യൂഡൽ പ്രഭുവിൻ്റെ അഹങ്കാര നിർഭരമായൊരു പെരുമാറ്റമാണ്. ഞാൻ അദ്ദേഹത്തെ ഗവർണറായ കാലം തൊട്ട് ഇയാൾ കേരളത്തോട് കലഹിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, യഥാർത്ഥത്തിൽ ഈ രണ്ട് പദവിയേക്കാളും വിനയം കാണിക്കേണ്ട പദവിയാണ് അദ്ദേഹത്തിൻ്റേത്. പ്രധാനമന്ത്രിയെ മഹാഭൂരിപക്ഷത്തിന് ജനം തിരഞ്ഞെടുത്തതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ജനങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുത്തതാണ്. രണ്ടുപേരും ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണഘടനാ പദവിയാണ്. മറ്റേത് രാഷ്ട്രീയ നിയമനമാണ്. രാഷ്ട്രീയ നിയമനം എന്ന് പറയുന്നത് ഒരു അലങ്കാരം, ഭരണഘടനാ പദവിയാണ് എന്നൊക്കെ അലങ്കാരത്തിന് പറയാമെന്നല്ലാതെ ഗവർണർക്ക് ഒരു സംസ്ഥാനത്തെ ഭരണത്തിൽ എന്ത് റോളുണ്ട്? ജനങ്ങളുടെ തിരഞ്ഞെടുപ്പല്ല. ഇനിയിപ്പോൾ IAS ഉദ്യോഗസ്ഥന്മാരെ പോലെ സ്വന്തം യോഗ്യത കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടതുമല്ല, ഒരു പരീക്ഷ ജയിച്ചിട്ടും വന്നതല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചായ്വ് അനുസരിച്ച് ദീർഘകാലം കോൺഗ്രസ്സിൽ നിന്നും പിന്നെ വന്ന രാഷ്ട്രീയ ചായ്വ് അനുസരിച്ച് BJP ചേർന്നപ്പോൾ കൊടുത്ത റിവാർഡാണ്. രാഷ്ട്രീയ നിയമനങ്ങൾ ജനാധിപത്യത്തിൽ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും സഹിക്കണം, നമ്മൾ ബാധ്യസ്ഥരാണ്, അതിനൊന്നും നമുക്ക് ഒരു വിരോധമില്ല. പക്ഷേ അത് രാഷ്ട്രീയ നിയമനമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നിയമിച്ച കേന്ദ്ര ഭരണകൂടത്തിനെ പോലും അപമാനിക്കുന്ന മട്ടിൽ ഒരു സംസ്ഥാനത്ത് വന്ന ഒരു ഗവർണർ പെരുമാറാൻ പാടില്ല. ശ്രദ്ധിച്ചായിരുന്നു ഇന്നലെ ഈ ആദ്യമായി ചർച്ചയാവുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അപ്രതീക്ഷിതമായിട്ട് മുഖ്യമന്ത്രി കൊച്ചി ചെല്ലുമ്പോഴാണ്. അപ്പം അന്നേരം തന്നെ പത്രങ്ങൾ എഴുതി തുടങ്ങി, ഇന്ന് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി സംസാരിച്ചത് പിണറായി വിജയനോട് സൗഹൃദ സംപ്രേഷണം നടത്തിയത്, അത്യാവശ്യം മാത്രം സംസാരിച്ചു ഗവർണറോട്. അപ്പം ഇതേ രീതിയിൽ പത്രങ്ങൾ എഴുതണമെങ്കിൽ എല്ലാവർക്കും ഈ അഭിപ്രായവും ഈ അതൃപ്തിയൊക്കെ ഉണ്ട്. ഗവർണറെ ആദ്യം കുറച്ച് കാര്യങ്ങൾക്കകത്ത് ഗവർണർ ഞാൻ പറയുന്നത് സാറേ, ഗവർണർ ഈ പറയുന്നതിന് നമ്മൾ പലപ്പോഴും നമ്മുടെ മീഡിയയും നമ്മുടെ ഇന്റലിജൻഷ്യയും ഒക്കെ അനാവശ്യമായ പ്രാധാന്യം ഈ ഗവർണർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അപകടം. മൗലികമായ കുഴപ്പം ആരുടെ ഭാഗത്താണെന്ന് തിരിച്ചറിയാതെയാണ് നമ്മൾ പെരുമാറിയത്. ഈ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് ശരിയാവട്ടെ, അദ്ദേഹം പറയുന്നത് ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ നിയമനങ്ങളിൽ, കേരള ഗവൺമെൻറ്റിൻ്റെ നടപടികളിൽ, കേരള ഗവൺമെൻറ് പാസ്സാക്കി വെച്ച നിയമങ്ങളിൽ ഒപ്പിടുന്നതിന് മുമ്പ് 2 കൊല്ലം കാത്തുവെച്ചിരിക്കാൻ അദ്ദേഹം പറയുന്ന ന്യായം ഇത് പലതും ക്രമപ്രകാരമല്ല എന്നൊക്കെയാണ്. ക്രമപ്രകാരമല്ലാത്തത് എത്ര ദിവസം കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് തീരുമാനമെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്നുകിൽ തിരിച്ചയക്കാവുന്നതേ ഉള്ളൂ, വിശദീകരണം ചോദിക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ പ്രസിഡന്റിന് റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ഇതിൽ ഒരു ഒറ്റ കാര്യം, ജനാധിപത്യത്തെ ഇദ്ദേഹം തെറ്റായി ധരിച്ചിരിക്കുന്നു. അദ്ദേഹം ഇരിക്കുന്ന പദവിയെ ഗവർണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കറക്റ്റീവ് മെഷർ അല്ല, ജനാധിപത്യത്തിലെ ഒരു തിരുത്തൽ ശക്തിയല്ല. അദ്ദേഹം ഒരു ഡെക്കറേറ്റീവ് പോസ്റ്റാണ്. ഐസ്ക്രീമിൻ്റെ മീതെ ഇരിക്കുന്ന ഒരു ചെറിപ്പഴം പോലെ ഇരിക്കുന്ന ഒരു സാധനം അലങ്കാരത്തിന് വെച്ചിരിക്കുകയാണ്. നമ്മുടെ വീട്ടുടമസ്ഥൻ ഇന്നയാളാണ് എന്നൊരു ആദരവിന് വേണ്ടി വെച്ച പോസ്റ്റാണ്. ആ ആദരവ് സ്വന്തം കർമ്മം കൊണ്ട് അതിനകത്ത് കയറിയിരിക്കുന്ന ഒരാൾ കളഞ്ഞാൽ ആ പദവി തന്നെ ചോദ്യം ചെയ്യപ്പെടും. അതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഇന്നലെ കേരളത്തിൽ വ്യാപകമായി നടന്ന ഇടതുപക്ഷത്തിന്റെ സമരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗവർണർ പദവി എടുത്തു കളയണമെന്നാണ് വാദം. അത് ഈ ഗവർണർ വരുത്തി വെച്ചാണ്. അല്ലെങ്കിൽ ഇത് വളരെ സുഭിക്ഷമായി നമ്മുടെ ഗവർണർമാർക്കൊക്കെ ഈ വാഴാമായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം ഇത് രണ്ട് തരത്തിലും തിരഞ്ഞെടുക്കപ്പെട്ടതല്ലാത്തതുകൊണ്ട്, ഒന്നുകിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ല, സ്വന്തം യോഗ്യത കൊണ്ട് നേടിയതുമല്ല. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ കിട്ടിയ സൗമനസ്യത്തിൻ്റെ നിയമനമാണ് എന്നതുകൊണ്ട് ഈ ഭരണഘടനാദത്തമായ പദവികളിൽ വന്ന പ്രധാനമന്ത്രിയെ, മുഖ്യമന്ത്രിയോടൊക്കെ വിനയപൂർവ്വം പെരുമാറാൻ അതിൽ ബാധ്യസ്ഥരാണ്. കാരണം ജനാധിപത്യ സംവിധാനമാണ് വലുതെന്ന് കോടതികളുടെ മുമ്പ്, അല്ല, നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ പാർലമെന്റും ഒക്കെ പാസ്സാക്കുന്ന ബില്ലുകൾ ശരിയല്ലാത്തതാണെങ്കിൽ പോലും കോടതികൾക്ക് പോലും ചോദ്യം ചെയ്യാനുള്ള നിയമമില്ല. ആ അവസ്ഥയിലാണ് ഈ നിയമനിർമ്മാണ സഭ, ജനാധിപത്യ സംവിധാനത്തിൽ. അതാണല്ലോ നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രത്യേകത. അപ്പൊ അതിനകത്ത് ഇദ്ദേഹത്തിന് ചോദിക്കാൻ ക്ലാരിഫിക്കേഷൻ വരുത്താം, ആയിക്കോട്ടെ. ഒന്നുമല്ല സാർ, ഇയാള് ഒരു ഗവർണർ ആക്ടിവിസം എന്ന് പറയില്ല, നമ്മൾ മീഡിയ ആക്ടിവിസം എന്നൊക്കെ പറയും, ജുഡീഷ്യൽ ആക്ടിവിസം എന്നൊക്കെ പറയുന്ന പോലെ ഇയാൾ ഒരു ഗവർണർ ആക്ടിവിസം നടത്താൻ ശ്രമിക്കും. ഗവർണർക്ക് ജനങ്ങളിലേക്ക് പോവുകയും ഒരു പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചെയ്യാൻ സമയമില്ലാത്ത സ്നേഹത്തിൻ്റെ പരിപാടികളൊക്കെ അത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് APJ അബ്ദുൽ കലാം സാർ ചെയ്തിട്ടുണ്ട്. ഗോവ ഗവർണർ ശ്രീധരൻപിള്ള അവിടെ പോയി ചെയ്തിട്ടുണ്ട്. അതൊന്നും ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനത്തോട് കലഹിച്ചുകൊണ്ടും ഏറ്റുമുട്ടിക്കൊണ്ടുമല്ല. ഇദ്ദേഹത്തിൻ്റെ വിചാരം കേരള ഗവൺമെൻറ്റിനോട് ഏറ്റുമുട്ടലാണ് ഗവർണറുടെ പണിയെന്ന. ആ പണി ഇവിടെ വേറെ ഉണ്ട്. കേരള ഗവൺമെൻറ് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള തിരുത്തൽ ഫോഴ്സാണ് ഇവിടുത്തെ പ്രതിപക്ഷം.
ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുടെ എല്ലാ പദവിയും അധികാരങ്ങളും കൊടുത്തിട്ടാണ് പ്രതിപക്ഷ നേതാവ്. മാത്രമല്ല ഇനി കൂടുതൽ കുഴപ്പങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ കേന്ദ്രത്തിന് കഴിയുന്ന നിയമങ്ങളും ഉണ്ട്. ഇയാൾ കിടന്ന പ്രളയം പിടിക്കണ്ട. ഒരു കാര്യമില്ല, മോശമായ വ്യവസ്ഥയിൽ പോവുകയാണെങ്കിൽ പിരിച്ചുവിടാൻ വരെയുള്ള നിയമം, ചൂടാനുള്ള അധികാരം ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കയ്യിലുണ്ട്. ചെയ്ത പാരമ്പര്യം ഉണ്ടല്ലോ. ജനാധിപത്യം നടപ്പിലാക്കാനൊന്നും ഗവർണർ ശ്രമിക്കില്ല. അത് ഇയാൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. രണ്ട്, ഇയാളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ കയ്യിലുള്ള കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിലുണ്ടായിരുന്ന പല നിയമങ്ങളെയും ഇയാളെടുത്ത് പ്രയോഗിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ് യൂണിവേഴ്സിറ്റികൾ. യൂണിവേഴ്സിറ്റിയുടെ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഏത് പാർട്ടി ഭരിക്കട്ടെ, UDF LDF ഭരിക്കുമ്പോൾ അത് അവരുടെ അവകാശമാണ്. അതിൽ കയറി ഇടപെട്ടിട്ട് ഇപ്പുറത്തുള്ള ഒരു ആലോചിച്ച് നോക്കൂ, LDF ഭരിക്കുമ്പോൾ UDFൻ്റെയും BJPയുടെയൊക്കെ ആളുകളെ ഇയാൾ ഇഷ്ടം പോലെ നോമിനേറ്റ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റുകളിൽ കൊണ്ടുവന്നു. എന്നിട്ട് ആ ഭൂരിപക്ഷം ഉപയോഗിച്ച് സിൻഡിക്കേറ്റിലേക്ക് മത്സരിക്കാൻ തുടങ്ങി. ഞാൻ പറയുന്നത് ഇതിപ്പോൾ BJP ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഇദ്ദേഹമോ മറ്റൊരു രാഷ്ട്രീയ വിരോധമുള്ള ഒരു കോൺഗ്രസ്സുകാരനായ ഗവർണറോ പോയി പ്രയോഗിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇല്ല, നടക്കത്തില്ല സാറേ. അതും ജനാധിപത്യ സംവിധാനമാണ്. പറഞ്ഞ ഇപ്പോൾ ഒരു ഗവൺമെന്റ്, ഇപ്പോൾ ജനാധിപത്യ സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ എന്ന് പറയുമ്പം ആ ഗവൺമെന്റിനോട് താല്പര്യങ്ങളോടാണ് ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം. അപ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ആ ഗവൺമെന്റ് ചെയ്യണം. ഇവരെ ഓരോയിടത്തെയും ഇതുപോലുള്ള നിയമനങ്ങൾ ആ ഗവൺമെന്റ് ചെയ്തു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ട്. നമ്മുടെ പ്രതിപക്ഷവും ആ കാര്യത്തിൽ ഗവർണറോട് ഇപ്പോൾ കോൺഗ്രസ് ഒരു അർദ്ധ മനസ്സോടെയാണ് പിന്തുണച്ചത്. BJP പൂർണ്ണ മനസ്സോടെ ഇദ്ദേഹത്തെ പിന്തുണച്ചു. അപകടത്തിൽ ചാടുമെന്ന് അന്നേ അവർ ഓർക്കേണ്ടതാണ്. ആ കൂട്ടത്തിൽ അവർ ചെയ്തതെന്ന് വെച്ചാൽ ഗവർണർ ഇങ്ങനെ കൈയിട്ട് വാരിയിട്ട് സർക്കാരിന്റെ ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ട് ഒളിച്ചു കൊടുത്ത ആനുകൂല്യങ്ങളൊക്കെ അവർ പറ്റുകയും ചെയ്തു. ഓർമ്മയില്ലേ യൂണിവേഴ്സിറ്റി? ഞാൻ പറയാം, അധാർമികമാണത്. കേരളത്തിലെ BJPയോ UDFോ ഒരു പങ്കും പറ്റാൻ പാടില്ല. കാരണം കേരള ഗവൺമെന്റ് പ്രതിപക്ഷത്തിന് കൊടുത്ത പരിഗണനയായി സൗമനസ്യത്തോടെ കൊടുക്കുകയാണെങ്കിൽ സ്വീകരിക്കാം. ഇതല്ലല്ലോ. ഇത് ഇദ്ദേഹം മോഷ്ടിച്ചെടുത്ത് കൊടുക്കുന്ന പോലെ കൊടുത്തതാണ്. പ്രതിപക്ഷത്തിന്റെ പറഞ്ഞ ആക്ഷേപം പ്രതിപക്ഷത്തിന്റെ ഈ ദൗർബല്യമാണ്. ഒളിഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. സംഘടനാ സംവിധാനം കോൺഗ്രസിന് കേരളത്തിലില്ല, കേന്ദ്രത്തിലുമില്ല. അപ്പം ഈ പറയുന്നത് പോലെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ ലോക്സഭാ ഇലക്ഷന് ഇവിടുത്തെ ഒരു ആചാര ലംഘനം എന്ന് പറഞ്ഞ് ഇവിടുത്തെ NSSും അല്ലെങ്കിൽ ഹിന്ദു സംഘടനയൊക്കെ ഉണ്ടാക്കിയ ഒരു സമരം. ആ സമരത്തിനകത്തുനിന്ന് ഫലം കിട്ടിയവർക്ക് അതുപോലെ ഗവർണർ പണി വാങ്ങി നമുക്ക് നേരിട്ട് ഈ ഒരു പക്ഷേ ജനാധിപത്യത്തിന്റെ സത്തയെ വല്ലാതെ ബാധിക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ. ഇതേ നാണയം വേറൊരു ഗവർണർ വരികയോ UDF ഭരിക്കുമ്പോഴോ അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സ്റ്റേറ്റിൽ ഒരു ഗവർണർ ഉടക്കാൻ തുടങ്ങുമ്പോഴോ അവർക്ക് മനസ്സിലാവും അതിന്റെ അപകടം. അല്ല, ഈ സത്ത എന്ന് പറയുന്ന സാർ പറഞ്ഞ അതൊക്കെ ആ മൂല്യമൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്ന എത്ര കോൺഗ്രസ്സുകാർ, ഞാൻ വേറെ പറയാം, എത്ര കോൺഗ്രസ്സുകാർ ഇന്ന് ഈ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട്. എങ്ങനെയെങ്കിലും ഭരിക്കണം, അതിന് എങ്ങനെയെങ്കിലും കേരളം എങ്ങനെയെങ്കിലും കയറിക്കോളും എന്നുള്ള ഒരു അവസ്ഥയിൽ അവിടെ പോകും. പക്ഷേ കേരളം ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല സാർ. കേരളം എപ്പോഴും ഇന്ത്യക്കൊരു മാതൃകയാണ്. ജനാധിപത്യത്തിൽ, നവോത്ഥാനത്തിൽ, ചരിത്രത്തിൽ, ആരോഗ്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ കേരളം എപ്പോഴും എന്നും സാക്ഷരതയിൽ എല്ലാത്തിലും മാതൃകയാണ്. ജനാധിപത്യ പ്രക്രിയയിലും മാതൃകയാവണം. ആരനുവദിച്ചാലും കേരളം അനുവദിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുക. ഏത് ഗവർണർ ആയിക്കോട്ടെ, ഏത് ഗവൺമെൻറ് ഭരിച്ചോട്ടെ. ഇപ്പോൾ UDF ഭരിക്കുമ്പോൾ വന്നിട്ട് ഒരു BJPക്കാരൻ വന്ന് കളിച്ച ആര് കളിച്ചാലും ഒരു ഇടതുപക്ഷക്കാരൻ വന്ന് കളിച്ച ഏത് ഗവർണർ കളിച്ചാലും ജനാധിപത്യ വിരുദ്ധമാണത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ മുഖത്ത് ചവിട്ടുന്നതിന് തുല്യമാണ്. ആ ഗവർണറെ വലിച്ചെറിയുകയോ കൃത്യമായി സർക്കാർ ഇത് മനസ്സിലാക്കി. ഈ അപകടം ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ഇന്ന് കേരളത്തിൽ കിട്ടിയ റെസ്പെക്റ്റ് ഈ ഗവർണർ കളഞ്ഞുകൊണ്ടേയിരിക്കുക കുറേ കാലമായിട്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തെ തക്ക സമയത്ത് തിരിച്ചു വിളിച്ചിട്ട് ആവശ്യമായ ഡോസ് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുകയാണ് വേണ്ടത്. അപ്പം സാർ, നമ്മൾ ഈ ചർച്ച ഇതിൻ്റെ ഒരു മെറിറ്റിൻ്റെ രീതിയിൽ, അതായത് നമ്മൾ ഇന്ന് കണ്ടിരുന്ന വലിയ സന്തോഷമായിരുന്നു. അത് ഒരു പ്രധാനമന്ത്രി, ഒരു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു സന്തോഷം, ഒരു വികസനം, ഈ ഒരു നല്ല പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ ഇതുപോലൊരു ഗവർണർ വന്ന് ആ ചടങ്ങ് അലങ്കോലപ്പെടുത്തുക, ഒരു മുഷിഞ്ഞ മുഖവുമായി നിന്നത് വളരെ മോശമായി പോയി. ഇത്തരത്തിലുള്ള ഒരു സംവിധാനവും അല്ലെങ്കിൽ ഗവർണർ, അദ്ദേഹം പറഞ്ഞ പോലെ ഗവർണർ പദവിയൊന്നും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായം അത് തന്നെ. തീർച്ചയായിട്ടും സാർ, ഇന്നിപ്പോൾ ആ ആനന്ദകരമായ ഒരു സന്ദർഭത്തെ വഷളാക്കിയത് ഈ ഗവർണറുടെ
ഈ തൂക്കിപ്പിടിച്ച മുഖഭാവം. അതെ അതെ അതെ. കേരളീയൻ കൂവിത്തോൽപ്പിച്ചിട്ട് ഗവർണർ ഗോ ബാക്ക് എന്ന് മലയാളികൾ ഒരുമിച്ച് ഒറ്റ സ്വരത്തിൽ മുദ്രാവാക്യം വിളിക്കാതിരുന്നത് കേരളീയന്റെ മാന്യത കൊണ്ടാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ അത് അറിയിക്കുന്നില്ല. എന്തായാലും ഇത് ദീർഘകാലം കേരളത്തിൽ തുടർന്നു പോകുന്നത് നന്നാവില്ല ഒരു കാരണവശാൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.